എന്ത് പറ്റിയെന്നറിയില്ല. പെട്ടെന്നാണ് ഇവളെ ഇങ്ങനൊരു അവസ്ഥയില് കണ്ടത്. നമ്മളെ വീട്ടിലെ കറമ്പിക്കോഴിയാണ് കേട്ടാ. കഴുത്തിൽ പുടയില്ലാത്ത കറമ്പിക്കോഴിയാണ് ഇവള്. പക്ഷെ ഇവളെ കഴുത്ത് കണ്ടോ ഒരു ഡാ പോലെ വളഞ്ഞിരിക്കുവാണ്. എന്റെ പൊന്നും അതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് പാവം. ഫുഡൊന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഒട്ടും വയ്യ. അവൾക്ക് വയ്യാതെ ഇരിക്കുന്ന കണ്ടിട്ടാണ് നമ്മളിപ്പോ ഇവളെ ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഈ ചാക്കിലൊക്കെ ആക്കി വെച്ചേക്കുന്നത്. ഇനി നമുക്ക് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. പൊന്നും കൂടെ ഉണ്ട്, അമ്മാമ്മയും കൂടെ ഉണ്ട്. അപ്പൊ ഇവരെയും കൊണ്ടൊന്ന് മൃഗാശുപത്രി വരെ പോയിട്ട് എന്താണ് ഇവക്ക് പറ്റിയതെന്ന് അറിയണമല്ലോ. അങ്ങനെ പോയാണ് കോഴീനെയും കൊണ്ട്. ഡോക്ടർ നോക്കിയിട്ട് നെർവിന് എന്തോ കംപ്ലൈന്റ് ആണെന്നാണ് പറഞ്ഞത്. രക്ഷപ്പെടാൻ വളരെ സാധ്യത കുറവാണെന്നാണ് പറഞ്ഞത്. പിന്നെ മരുന്നും ഓയിൽമെന്റ് ഇട്ട് കൊടുക്കാനൊക്കെ ഉള്ളതൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ അതും വാങ്ങിച്ചുകൊണ്ട് നമ്മൾ നേരെ വീട്ടിൽ പോവുകയാണ്. ഡോക്ടർ പറഞ്ഞ പോലെ മരുന്നും കാര്യങ്ങളൊക്കെ അവൾക്ക് നല്ല രീതിയിൽ തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്ത് പറ്റിയെന്ന് അറിയില്ല. ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ അവൾ പിറ്റേ ദിവസം ആയപ്പോൾ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പം പൊന്നൂസിനായിരുന്നു ഏറ്റവും കൂടുതൽ സങ്കടം. അവിടെ കിടന്ന് ഭയങ്കര കരച്ചിലായിരുന്നു പാവം.